സാക്ഷേ 5:32 ഒരു ബസ് ഉണ്ട്. ഞാൻ പോയാൽ പിന്നെ എപ്പോഴൊന്നും ബസ്സില്ല. പൈസ മേടിക്കണം. പൈസ ഒന്നും മേടിക്കാം. മുതലാളി വന്നിട്ടില്ല. കാണാതെ വരും. സാക്ഷേ ഹലോ. ആ 150 ആടെ ഓനിക്ക് കൊടുത്തിട്ട് 50 ആടെ എൻ്റെ ആടെ വെച്ചേ കേട്ടോ. അതെല്ലാം എന്നാ നീ പറഞ്ഞു തരണ്ടേ. ഒരു മിനിറ്റ് ഞാൻ ഒറ്റ മിനിറ്റ് കൊള്ളാവുള്ളൂ. ഞാൻ പറയാം. അത് എന്ന് വെച്ചാൽ അതിൻ്റെ അത്രയേ ഉള്ളൂ. അതെല്ലാം സിമ്പിളായ കാര്യങ്ങളാണ്. ഞാനിവിടെ സൈറ്റിലാണ് ഉള്ളത്. അതൊന്നും വലിയ വീഴ്ചയാറേണ്ട ആവശ്യമില്ല. അവൻ നന്നായിക്കോട്ടെന്ന് വെച്ചിട്ടായിരിക്കൂല്ലേ അത് പിന്നെ പണിയെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ടാകുക. ഒരു കാര്യം ചെയ്യും. ഇനിയാണെന്ന് ഷബീറിനെ എൻ്റെ വീട്ടിലേക്ക് അയക്ക്. ഞാൻ ഇപ്പം തന്നെ ഒരു 25 കൊടുത്തു വിടാം. കേട്ടോ. അല്ല, ഒരു അർജൻറ്റ് കോൾ അവിടെ അങ്ങനെയല്ല ഉള്ളത്. അതന്നെ ഞാൻ പറഞ്ഞു വരുന്നത്. ജമീല നല്ല അടിപൊളി കല്ലുമ്മക്കായി കിട്ടിയിട്ടുണ്ട്. ഏരക്കടപ്പുറത്ത്. ഇനി അത് പഴയ നമ്മൾ ഉമ്മയിലും വെക്കുന്ന പോലെ നല്ല അടിപൊളിയായിട്ട് നിറച്ച് തരണം. നിറച്ചിട്ട് പൊരിക്കണേ. ഇനി നിന്റെ പ്രശ്നം എന്നാ? അത് ശരി. അത് അവനോട് പറഞ്ഞ് മനസ്സിലാക്ക്. ഞാൻ സഹായിക്കടോ. ഒന്നും പ്രശ്നമില്ല. അയ്യോ എന്നാ ഹലോ, നമുക്ക് ശനിയാഴ്ച കൂലി തരാൻ നോക്കുന്ന സമയത്ത് നിങ്ങൾ പിന്നെ വിളിക്കുന്നാല് അപ്പടി അല്ല മുതലാളി. എത്ര സമയം മുതലാളിന്റെ പിന്നാലെ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു. എന്റെ പ്രശ്നം ഇന്ന് ശനിയാഴ്ചയല്ലേ, കൂലി വരണ്ടേ? ഓനാണെങ്കിൽ 5:35 ബസ്സിന് വേണ്ടിട്ട് ഓൻ കാത്തു നിൽക്കുന്നു. ഓന് പിന്നെ ബസ്സില്ല. പോയിക്കൂടെ? മുതലാളിക്ക് അത് പറയാം. മുതലാളി പൈസ തരണ്ടേ? നമ്മൾ കൂലിങ്ങാന്ന് നമ്മൾ പോയിക്കോളൂ. എന്റെ കൂലിയായി പ്രശ്നം. എന്റെ എത്ര കൂലി? നമ്മളത് മൊത്തം പിന്നെ 10,200. ഗൂഗിൾ പേ ഉണ്ടോ? ഗൂഗിൾ പേ ഉണ്ട്. അടിച്ചു. 10,200 അജിണ്ട്. അത് കട്ടായതല്ലപ്പാ. അതൊരു കൂലിപ്പിരാന്തനാണ്. ഇന്ന് ശനിയാഴ്ചയാന്ന്, കൂലി വേണം പോലും. പ്രാരാബ്ദം മസും മണ്ണാങ്കട്ടി. ഇപ്പൊ കൊടുത്തില്ല അവനെ പിടിച്ച് താലിട്ടേനെ. എന്റെ പറയടാ. 2 ലക്ഷം അല്ലേ? ആദ്യം ഇപ്പൊ ഡ്രാഫ്റ്റ് ആയിട്ട് അങ്ങെത്തും കേട്ടാ. ബേജാറാണ്ട. ഓക്കെ. അതെല്ലാം നോക്കി ചെയ്യാം. അതൊന്നും ഒരു വിഷയമല്ല.